എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീ ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസം 30-ാം നാളാണ്. ഇന്നലെ കേട്ടതിൻ്റെ ബാക്കി കഥ കേൾക്കാം. കുംഭകർണൻ ജ്യേഷ്ഠനായ രാവണന് സാരോപദേശം നൽകുന്ന കൂട്ടത്തിൽ ശ്രീരാമൻ്റെ അവതാരത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നു. കുംഭകർണൻ്റെ വാക്കുകൾ പ്രകാരം ഒരു നാൾ കാനനത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാലത്ത് നരനാരായണന്മാരുടെ ആശ്രമത്തിൽ വെച്ച് നാരദ മഹർഷിയെ കണ്ടുമുട്ടുകയും നാരദ മഹർഷിയിൽ നിന്നും ശ്രീരാമാവതാരത്തെക്കുറിച്ച് വിശദമായി അറിഞ്ഞത് ഇപ്പോൾ രാവണനോട് പറയുന്നതുമാണ് ഇന്ന് പറയാൻ പോകുന്ന കഥ. രാവണനാൽ പീഡിപ്പിക്കപ്പെട്ട മുനിമാരും ദേവന്മാരും മറ്റ് സജ്ജനങ്ങളും ബ്രഹ്മാവിനടുത്ത് ചെന്ന് ആവലാതി ബോധിപ്പിക്കുന്നതും ബ്രഹ്മാവിൻ്റെ തന്നെ നിയോഗപ്രകാരം ആ മഹാവിഷ്ണു സാക്ഷാൽ പരബ്രഹ്മമൂർത്തി ദശരഥപുത്രനായി ശ്രീരാമനായി മനുഷ്യനായി ത്രേതായുഗത്തിൽ അവതരിക്കുന്നതും ഈ കാനനവാസത്തിന് വരുന്നതും എല്ലാം വളരെ വിശദമായി നാരദ മഹർഷി കുംഭകർണനോട് പറയുന്നു. ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല. 1-ാം ദിവസം മുതൽ പല പല സന്ദർഭങ്ങളിൽ ആ കഥ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ആ സത്പുരുഷനായ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരോദ്ദേശം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്നത് കൊണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. കുംഭകർണൻ കഥ തുടരുന്നു. സത്യസങ്കല്പനായ ആ ജഗദീശ്വരൻ ശക്തിയോടുകൂടി രാമനായി വന്നത് നിങ്ങളെ എല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ലോകത്തിൽ ഇനി മംഗളം വന്നുകൂടും, നന്മ വരും, ഐശ്വര്യം വരും. ഇപ്രകാരം പറഞ്ഞ് നാരദമുനി അപ്രത്യക്ഷനായി മായാമനുഷ്യനായ രാമനെ ഭജിക്കൂ. ഭക്തിയോടെ ഭജിച്ചാൽ ആ ശ്രീരാമചന്ദ്രസ്വാമി പ്രസാദിക്കും. ഭക്തപരായണനാണ് രാമൻ. ഭക്തിയാണ് മഹാജ്ഞാനത്തിൻ്റെ മാതാവ്. ഭക്തിയാണ് എന്നും മോക്ഷത്തെ നൽകുന്നത്. ഭക്തിയില്ലാത്തവരുടെ കർമ്മങ്ങൾ എല്ലാം നിഷ്ഫലമാണ്. മഹാവിഷ്ണുവിന് അനേകം അവതാരങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാലും ഒന്നുപോലും രാമാവതാരത്തിൻ്റെ അത്രയും വരികയില്ല, അതിന് സമമല്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്, ആ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എല്ലാ അവതാരങ്ങളിലും ശ്രേഷ്ഠം എന്ന് ഇവിടെ കുംഭകർണൻ്റെ വാക്കുകളിലൂടെ എഴുത്തച്ഛൻ നമ്മോട് പറയുകയാണ്. ആ രാമനാമ ജപം കൊണ്ട് മാത്രം മോക്ഷം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താരകബ്രഹ്മം എന്ന് പറയുന്നതും ശിവൻ എന്ന് പറയുന്നതും ജ്ഞാനസ്വരൂപൻ എന്ന് പറയുന്നതും എല്ലാം ഈ ശ്രീരാമനെ തന്നെയാണ്. ജ്യേഷ്ഠ, അതിനാൽ ശ്രീരാമനെ ഭജിക്കൂ. വിദ്വാൻമാർ പോലും, അതായത് അറിവുള്ളവർ പോലും രാമചന്ദ്രസ്വാമിയെ ഭജിച്ച് സംസാരസാഗരം കടന്ന് രാമപാദം പുൽകുന്നു. ആ തൃപ്പാദ ഭക്തി ഒന്നു മാത്രമാണ് എന്നെന്നും സകല സന്താപങ്ങളെയും തീർക്കുന്നത്. രാമകഥകൾ പറഞ്ഞ് രാമനാമം ജപിച്ച് ആ പരബ്രഹ്മസ്വരൂപത്തിൽ ലയിച്ച് മുക്തി നേടുന്നു, സായുജ്യം നേടുന്നു. ജ്യേഷ്ഠനും രാമനെ ഭജിച്ച് ആ പരമാനന്ദമൂർത്തിയെ സേവിക്കുക. മായാമോഹങ്ങളെല്ലാം കളഞ്ഞ് സായുജ്യം നേടൂ. അങ്ങനെ നാരദനിൽ നിന്നും കേട്ട വാർത്തകളെല്ലാം കൂട്ടി വായിച്ച് കുംഭകർണൻ രാവണനെ ഉപദേശിക്കുകയാണ്. ഈ ഉപദേശ വാക്കുകൾ കേട്ട രാവണന് കോപം നിയന്ത്രിക്കാനായില്ല. വളരെയധികം ദേഷ്യത്തോടെ കുംഭകർണനോട് ചോദിക്കുകയാണ്, എനിക്ക് ജ്ഞാനോപദേശം നൽകാനല്ല നിന്നെ ഇപ്പോൾ വിളിച്ചുണർത്തിയത്. നീ പോയി കിടന്നുറങ്ങിക്കോ. എന്നെ ഉപദേശിക്കാൻ മാത്രം നീ വലിയ ബുദ്ധിമാനായെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഈ വിഷമഘട്ടം കഴിയുമ്പോൾ ഞാൻ ഈ വേദോപദേശം കേൾക്കാം. നിനക്ക് സാധിക്കുമെങ്കിൽ പോയി ആ രാമനോട് ഏറ്റുമുട്ടി വധിച്ചിട്ട് വരിക. ഇനി നിങ്ങൾ കേൾക്കുന്നത് രാമായണം 368-ാം പേജ് മുതലുള്ള കുംഭകർണ വധമാണ്. ക്രുദ്ധനായി രാവണൻ പറഞ്ഞ വാക്കുകൾ കേട്ട് കുംഭകർണൻ ചിന്തിക്കുകയാണ്. യുദ്ധത്തിൽ രാമൻ്റെ കൈകളാൽ മരിച്ചാൽ മോക്ഷം ലഭിക്കുമല്ലോ, എൻ്റെ ജന്മവും സഫലമായി വരും. പർവ്വതാകാരനായ കുംഭകർണൻ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് 1000 ടൺ ഭാരമുള്ള തൻ്റെ ഇരുമ്പുലക്കയുമായി, ഇരുമ്പു ശൂലമാണ്, ആ ഉലക്കയല്ല, ഇരുമ്പു ശൂലവുമായി പോവുകയാണ്. വാനരസേനയിൽ പ്രവേശിച്ചതും വാനരന്മാരെല്ലാവരും ഭയന്നോടി. ശ്രീരാമനാകട്ടെ വർദ്ധിച്ച അത്ഭുതത്തോടെ വിഭീഷണനോട് ചോദിച്ചു, അമ്പരത്തോളം ഉയരമുള്ള ഈ പരാക്രമശാലിയായ രാക്ഷസൻ ആരാണ്? ഉടനെ വിഭീഷണൻ പറഞ്ഞു, ശക്തിമാനും ബുദ്ധിമാനും ദേവകുലാന്തകനുമായ എൻ്റെ ജ്യേഷ്ഠൻ രാവണൻ്റെ അനുജൻ കുംഭകർണൻ. ഇവനോടേറ്റാൽ ജയിക്കുക അസാധ്യം. നിദ്രാവശനാണെങ്കിലും അസാമാന്യ പാടവമുള്ളവനാണിവൻ. വിഭീഷണൻ ചെന്ന് സാഷ്ടാംഗം പ്രണമിക്കുകയാണ് കുംഭകർണൻ്റെ മുമ്പിൽ. ഞാൻ സഹോദരനായ വിഭീഷണൻ, എന്നിൽ സംപ്രീതനായി എന്നെ അനുഗ്രഹിക്കൂ ജ്യേഷ്ഠ. സീതയെ രാഘവന് കൊടുക്കൂ എന്ന് ഞാൻ ആവോളം ആദരപൂർവ്വം ജ്യേഷ്ഠനോട് അപേക്ഷിച്ചു. വാളോങ്ങിക്കൊണ്ട് കൊല്ലാൻ വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം ഞാൻ ഓടിപ്പോന്ന് ശ്രീരാമദേവനെ ശരണം പ്രാപിച്ചു. വിഭീഷണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് സ്നേഹത്തോടെ കെട്ടിപ്പുണരുകയാണ് കുംഭകർണൻ. നമുക്കറിയാം, കുംഭകർണനും ശ്രീരാമഭക്തനാണ്, ശ്രീരാമപാദ സേവകനാണ്. ഉടനെ കുംഭകർണൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഭവാൻ അതീവ ധന്യൻ തന്നെ.
ഒട്ടും സംശയമില്ല, ഒരുപാട് കാലം ജീവിച്ചിരിക്കുക. സേവിച്ചുകൊള്ളുക ഈ ശ്രീരാമ പാദാംബുജങ്ങൾ. നമ്മുടെ വംശത്തെ രക്ഷിക്കാനായി ശ്രീരാമദാസനായ നീയാണ് ഏറ്റവും ഉത്തമനെന്ന് നാരദ മഹർഷി എന്നോട് എനിക്കറിയാം. മായാമയമാണ് ഈ പ്രപഞ്ചം, വ്യസനിക്കേണ്ട. ആ ശ്രീരാമ പാദാംബുജങ്ങളെ ആശ്രയിച്ചുകൊള്ളൂ. അതീവ ദുഃഖിതനായി കരഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്ത് തിരിച്ചു പോവുകയാണ് വിഭീഷണൻ. വളരെയധികം സങ്കടത്തോടെ ശ്രീരാമസന്നിധിയിൽ ചെന്ന് ഖിന്നനായ വിഭീഷണൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കുംഭകർണൻ വാനരന്മാരെ ഒന്നൊന്നായി പിടിച്ചടിക്കാൻ തുടങ്ങി. വാനരന്മാരാകട്ടെ പേടിച്ചോടാൻ തുടങ്ങി. അപ്പോൾ മദം പൂണ്ട ആനയെപ്പോലെ അരക്ഷണം കൊണ്ട് ആയിരക്കണക്കിന് വാനരന്മാരെ പിടിച്ചു കൊല്ലാൻ തുടങ്ങി. സുഗ്രീവൻ ഒരു മല എടുത്തെറിഞ്ഞെങ്കിലും കുംഭകർണൻ ഒരു കയ്യാൽ അത് തടയുകയാണ്. പകരം ശൂലം കൊണ്ട് ഒറ്റ കുത്ത് മാറിടത്തിൽ. സുഗ്രീവൻ താഴെ വീണു, ബോധമില്ല. സുഗ്രീവനെയും എടുത്ത് സന്തോഷത്തോടുകൂടി നടന്നു വരുന്ന കുംഭകർണനെ മണിമന്ദിരങ്ങളുടെ മുകളിൽ നിന്നും സ്ത്രീകൾ പനിനീരുകൊണ്ട് അഭിഷേകം ചെയ്തു, മാലകൾ അണിയിച്ചു. പനിനീര് ദേഹത്ത് വീണപ്പോൾ സുഗ്രീവൻ്റെ മോഹാലസ്യം തീർന്ന് എഴുന്നേൽക്കുന്നു. കുംഭകർണൻ്റെ ചെവികളും മൂക്കും മാന്തി കീറി കടിച്ചു മുറിച്ചിട്ട് അന്തരീക്ഷത്തിലൂടെ ഊളിയിട്ട് പോരുകയാണ് സുഗ്രീവൻ. അപമാനം, അഭിമാനഹാനി, അതുപോലെ തന്നെ കോപം. കുംഭകർണൻ വീണ്ടും ചോരയും ഒലിപ്പിച്ച് 10 മടങ്ങ് ശക്തനായി ചെല്ലുന്നത് കണ്ട ലക്ഷ്മണൻ പർവ്വതത്തിന്മേൽ മഴ പെയ്യുന്നത് പോലെ അമ്പുകൾ തുരുതുരാ എയ്തു വിട്ടു. വായ പിളർന്ന് 100,000 വാനരന്മാരെ ഒറ്റയടിക്ക് വിഴുങ്ങുമ്പോൾ അവരെല്ലാം ചെവിയിലൂടെ പുറത്തേക്ക് വരും. പിന്നെയും വാരി വിഴുങ്ങും. പിന്നെയും വാനരന്മാരെല്ലാവരും 2 ചെവികളിലൂടെയും രക്ഷപ്പെടും. കുംഭകർണൻ ലക്ഷ്മണനെ വിട്ട് ശ്രീരാമൻ്റെ നേരെ തിരിഞ്ഞു. ശ്രീരാമൻ അമ്പെയ്ത് ആ ശൂലം പിടിച്ചിരുന്ന വലത് കൈ മുറിച്ചു കളഞ്ഞു. ആ കൈയുടെ ഭാരം കൊണ്ട് അനേകം രാക്ഷസന്മാരും വാനരന്മാരും മരിച്ചു വീണു. നേരെ പ്രയോഗിക്കുക. ശേഷിക്കുന്നത് ഇടത് കൈയാണല്ലോ. പല രാക്ഷസന്മാരും ഇന്ദ്രാസ്ത്രത്താൽ പിന്നെയും അലറി വിളിച്ച് പാഞ്ഞെടുത്താകൃതിയിലുള്ള ഒരു വലിയ മരം രാമന് നേരെ പ്രയോഗിച്ചു. വീണ്ടും കുതിച്ചു പാഞ്ഞെടുത്തു. അമ്പുകൾ കൊണ്ട് വായ നിറച്ചു. ഇന്ദ്രാസ്ത്രം എയ്ത് തലയും അറുത്തു മാറ്റുന്നു. തലയില്ലാത്ത ശരീരം സമുദ്രത്തിൽ പതിക്കുകയാണ്. സമുദ്രം രക്തവർണ്ണമായി ഇളകി മറിയുന്നു. പർവ്വതം പോലെയുള്ള ശരീരമല്ലേ. ഇതെല്ലാം കണ്ട്, ആ കുംഭകർണനെ വധിച്ചത് കണ്ട് സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ഗുഹ്യകന്മാർ, യക്ഷന്മാർ, ഭുജകങ്ങൾ, ഖഗങ്ങൾ, അപ്സരസുകൾ, കിന്നരന്മാർ, ചാരണന്മാർ, പന്നകങ്ങൾ, താപസന്മാർ, ദേവസമൂഹങ്ങൾ എല്ലാവരും ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പാടിപ്പുകഴ്ത്തി പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ഇവരെല്ലാവരും യുദ്ധം കാണാൻ ഇങ്ങനെ ആകാശമാർഗത്ത് വന്ന് നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കുംഭകർണവധത്തിൽ സംപ്രീതരായി ദേവന്മാരങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ നാരദൻ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുകയാണ്. ആകാശത്ത് നിരന്ന് നിന്നിരുന്ന ആ സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ഗുഹ്യകന്മാർ, യക്ഷന്മാർ, ഭുജംഗങ്ങൾ, ഖഗങ്ങൾ, അപ്സരസുകൾ, കിന്നരന്മാർ, ചാരണന്മാർ, പന്നകങ്ങൾ, താപസന്മാർ, മറ്റ് ദേവസമൂഹങ്ങൾ എല്ലാവരും ഭഗവാനെ പാടിപ്പുകഴ്ത്തുന്നു. ഇനി നാരദ സ്തുതിയാണ്. അത് 5 മിനിറ്റ് ഉണ്ട്. 13 മിനിറ്റ് 10 സെക്കൻഡ്. 5 മിനിറ്റ് അതാണ്. വേണ്ടവർ കേട്ടാൽ മതി, അല്ലാത്തവർക്ക് സ്ക്രോൾ ചെയ്ത് വിടാമല്ലോ. ചിൽപുരുഷം പുരുഷോത്തമമദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർദ്ധമം പോടവതരിച്ചിടിനാൻ രാമും ദശരഥനന്ദനമുൽപ്പരശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി
ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഖനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷപ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം. ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വദ്ബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വത്പാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗത്പതേ. കോപകാമദ്വേഷമത്സരകാർപ്പണ്യലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ചി പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപതേ. നാരദൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ത്വൽകഥാപീയൂഷപാനം ചെയ്ത് രാവും പകലും നിന്തിരുവടിയെ മാത്രം ധ്യാനിച്ച് നിന്തിരുവടിയെ പൂജിച്ച് നിന്തിരുവടിയുടെ നാമങ്ങൾ ഉച്ചരിച്ച് നിരന്തരം നിന്തിരുവടിയുടെ കഥകൾ പാടി പുകഴ്ത്തി ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാനായി എന്നെ അനുഗ്രഹിക്കണമേ. കുംഭകർണനെ വധിക്കാൽ ആ ഭാരം പകുതിയും തീർന്നു. ആ ലക്ഷ്മണൻ നാളെ മേഘനാഥനെയും വധിക്കും. മറ്റന്നാൾ രാവണനെ കൊന്ന് ഈ ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് നാരദൻ സ്തുതി അവസാനിപ്പിക്കുകയാണ്. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹത്തോടെ അങ്ങ് ആകാശമാർഗത്തൂടെ പോയി മറയുന്നു. കുംഭകർണൻ മരിച്ചതറിഞ്ഞ രാക്ഷസ രാജാവായ ദശാനനൻ പലതും പറഞ്ഞ് നിലത്ത് വീണ് ഉരുണ്ട് കരയുകയാണ്. അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് രാക്ഷസന്മാരായ ത്രിശിരസ്, അതികായൻ, നരാന്തകൻ, ദേവാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ എന്നിവർ ഒരുമിച്ച് ചെന്നിട്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനു ദുഃഖിക്കണം, ഞങ്ങൾ ചെന്ന രാമനെയും വാനരന്മാരെയും ക്ഷണത്തിൽ ഭസ്മമാക്കിയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാൻ അനുവാദം തന്നാലും മേലിൽ ശത്രുക്കളെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകാതെ ഞങ്ങൾ വേണ്ടത് ചെയ്യുന്നുണ്ട്. ഉടനെ രാവണൻ പറഞ്ഞു, നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് നമ്മുടെ സങ്കടത്തിന് അറുതി വരുത്തുക. നമുക്കിവിടെ നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സൈന്യമുണ്ട്, അവരെയും കൊണ്ടുപോവുക. ആയുധങ്ങളും മറ്റു കോപ്പുകളും വേണ്ടുവോളം എടുത്തുകൊള്ളുക. എല്ലാവരും ഇത് കേട്ട് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് സൈന്യത്തോടു കൂടി പോകുന്നു. വെള്ളം പരന്നു കിടക്കുന്നത് പോലെ പരന്നു കിടക്കുന്ന ആ സൈന്യത്തിന് നടുവിൽ അവർ 8 പേരും അങ്ങനെ അപാര ധൈര്യത്തോടെ ശ്രീരാമചന്ദ്രനോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അവരെ കണ്ട് വാനര സൈന്യം കല്ലും മരങ്ങളും മലയുമായി ആക്രമിക്കുന്നു. തിരിച്ചും
നിശാചരന്മാർ വാനരന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കാൻ തുടങ്ങി. വാനരന്മാരങ്ങനെ ധൈര്യസമേതം പൊരുതുന്നത് കണ്ട നിശാചരന്മാരും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവരും അസ്ത്രശസ്ത്രങ്ങൾ തുരുതുരെ പ്രയോഗിക്കാൻ തുടങ്ങി. ആനകൾ, കുതിരകൾ, രഥങ്ങൾ, കാലാളി എല്ലാം ഒന്നൊന്നായി നശിപ്പിക്കാൻ തുടങ്ങി. രാക്ഷസന്മാരുടെ കബന്ധങ്ങൾ നൃത്തമാടുന്ന കാഴ്ച ഭയാനകമായിരുന്നു. ചോരപ്പുഴകൾ നാലുപാട് ഒഴുകിപ്പരന്നു. രാക്ഷസന്മാർ മരിച്ചു വീഴുന്നത് കണ്ട നരാന്തകൻ കുന്തവും ഓങ്ങി കുതിരപ്പുറത്ത് കയറി അങ്കദന് നേരെ അടുത്തപ്പോൾ ഒറ്റയടിക്ക് അങ്കദൻ അവനെ കാലപുരിക്ക് അയച്ചു. അനന്തരം ദേവാന്തകനും ത്രിശിരസും മഹോദരനും അങ്കദനോട് ഏറ്റുമുട്ടി. മാരുതിയും നീലനും അങ്കദനെ സഹായിക്കാനായി ഓടി എത്തിച്ചേർന്നു. മാരുതി ദേവാന്തകനെയും നീലൻ മഹോദരനെയും വധിച്ചു. പാഞ്ഞു വന്ന ത്രിശിരസിൻ്റെ തലകൾ ഒന്നൊന്നായി മാരുതി തന്നെ അറുത്തുമാറ്റുന്നു. മഹാപാർശ്വൻ വന്ന് അവരോട് ഏറ്റുമുട്ടുകയും ഋഷഭൻ അവനെ വധിക്കുകയും ചെയ്യുന്നു. മത്തനും ഉന്മത്തനും പിന്നാലെ വധിക്കപ്പെടുന്നുണ്ട്. കൂടെ വന്ന പ്രബലന്മാരായ നിശാചരന്മാർ ഒന്നൊന്നായി മരിച്ചു വീഴുന്നത് കണ്ട അതികായൻ ആയുധങ്ങളുമായി 1000 കുതിരകളെ പൂട്ടിയ തേരിൽ വന്നിട്ട് ഏറ്റുമുട്ടിയപ്പോൾ വാനരന്മാർ പേടിച്ചോടാൻ തുടങ്ങി. വാനരന്മാർ ഇങ്ങനെ പേടിച്ചോടുന്ന സമയം ലക്ഷ്മണൻ ശീഘ്രം അങ്ങോട്ടേക്ക് വന്ന് ഏറ്റുമുട്ടുകയാണ്. ലക്ഷ്മണൻ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം ശരീരത്തിലേൽക്കാതെ മടങ്ങി താഴെ വീഴുകയാണ്. ഇതെന്ത് മറിമായം! അസ്ത്രങ്ങളൊന്നും അവൻ്റെ ദേഹത്ത് ഏൽക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരുന്നതായ സമയത്ത് വായുഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറയുകയാണ്, ലക്ഷ്മണ, ഈ അതികായൻ്റെ ദേഹത്ത് പണ്ട് ബ്രഹ്മാവ് നൽകിയ ഒരു കവചമുണ്ട്. അതുകൊണ്ടാണ് ഇവന് അസ്ത്രമേൽക്കാത്തത്. ധർമ്മത്തെ രക്ഷിക്കാനായി ഇവനെ ബ്രഹ്മാസ്ത്രമേത് വീഴ്ത്തുക. പിന്നീട് ഇന്ദ്രജിത്തിനെയും വധിക്കുക. രാഘവനാൽ രാവണനും വധിക്കപ്പെടും. അങ്ങനെ ഭൂമിയിൽ ധർമ്മം സംരക്ഷിക്കപ്പെടും. ഇത്രയും പറഞ്ഞു വായുഭഗവാൻ അപ്രത്യക്ഷനാകുന്നു. ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രസ്വാമിയെ ധ്യാനിച്ച് ബ്രഹ്മാസ്ത്രം അയച്ച് അതികായൻ എന്ന പരാക്രമശാലിയായ രാക്ഷസവീരനെ വധിക്കുന്നു. താഴെ വീണ തലയെടുത്ത് ശ്രീരാമന് മുമ്പിൽ കൊണ്ടുപോയി വെച്ച് വാനരന്മാർ കൈകൂപ്പി തൊഴുത് നമസ്കരിക്കുന്നു. അതികായനോടൊപ്പം വന്ന മറ്റ് ശേഷിച്ച നിശാചരന്മാർ ദുഃഖിതരായി രാവണനെ കണ്ട് അവസ്ഥകളെല്ലാം അറിയിക്കുകയാണ്. എല്ലാം ഈശ്വരകൽപ്പിതം, വിധി, അല്ലാതെന്തു പറയാൻ എന്നിങ്ങനെ രാവണൻ വിലപിക്കുന്നു. നാരദനും കുംഭകർണനും തമ്മിലുള്ള സംവാദത്തിലും അതുപോലെ ഇപ്പോൾ വായുദേവൻ വന്ന് ലക്ഷ്മണനോട് പറഞ്ഞതനുസരിച്ചും മേഘനാഥനെ ലക്ഷ്മണൻ വധിക്കും. അതുപോലെ തന്നെ രാവണനെ ശ്രീരാമചന്ദ്രസ്വാമിയും വധിക്കും. അവർ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമോ? സംശയമില്ല, അങ്ങനെ തന്നെ സംഭവിക്കും. മേഘനാഥൻ ബ്രഹ്മാസ്ത്രം ഏത് മാരുതിയെ ബന്ധിച്ച മഹാരാക്ഷസനാണ്. അതുപോലെ തന്നെ ജനിച്ചു വീണയുടനെ മേഘഗർജനം പോലെ കരഞ്ഞതുകൊണ്ടാണ് മേഘനാഥൻ എന്ന പേര് വന്നത്. ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചവനാകയാൽ ഇന്ദ്രജിത്ത് എന്നും പേര് വന്നു. നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ. ഇന്ദ്രജിത്തിൻ്റെ വിജയമാണ് ഇനി നാം കാണാൻ പോകുന്നത്. രാവണൻ വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, എൻ്റെ മക്കളും മരുമക്കളും തമ്പിമാരും കരുത്തരായ എൻ്റെ പടനായകന്മാരും മന്ത്രിമാരും മരിച്ചല്ലോ. ശങ്കര, ദൈവമേ! ഇന്ദ്രജിത്ത് ചെന്ന് ഈ സമയം നമസ്കരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ദുഃഖിക്കേണ്ട കാര്യമില്ല. സ്വസ്ഥനായിരിക്കുക അങ്ങ്. ഞാൻ പോയി ശത്രുക്കളെയെല്ലാം വകവരുത്തിയിട്ട് വരുന്നുണ്ട്. അനുഗ്രഹിച്ചയച്ചാലും. രാവണൻ മേഘനാഥനെ അനുഗ്രഹിച്ചയക്കുന്നു. വിജയിച്ചു വാ മകനെ എന്ന് പറഞ്ഞു. പടയോടുകൂടി ഇന്ദ്രജിത്ത് പുറപ്പെടുകയാണ്. ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടുകൂടി അന്തർധാന വിദ്യ ലഭിക്കാനുള്ള ഹോമം വിജയകരമായി പൂർത്തിയാക്കി അഗ്നിഭഗവാനെ പ്രീതിപ്പെടുത്തി യുദ്ധം തുടങ്ങുകയാണ് മേഘനാഥൻ. 2 കൂട്ടരും തമ്മിൽ അതിരൂക്ഷമായിട്ട് ഏറ്റുമുട്ടുകയാണ്. തൻ്റെ സൈന്യത്തിൻ്റെ ക്ഷീണഭാവം കണ്ട രാവണി അന്തർധാനം ചെയ്യുന്നു. മറഞ്ഞു നിന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അസംഖ്യം വാനരന്മാരെ വധിക്കുന്നുണ്ട്. ഇങ്ങനെ 50, 500, 1000 ഇങ്ങനെ അമ്പേറ്റ് മോഹിച്ച് വീഴുകയാണ് ഓരോരുത്തരായി. ഓരോരുത്തരുടെയും നേരെ പ്രയോഗിക്കുന്ന അസ്ത്രങ്ങളുടെ എണ്ണം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പേജ് നമ്പർ 377 ആ വർണ്ണനയുള്ളത്. ആണ് 10 ശതബലിക്ക് 9 ധൂമ്രനും 10 ഒരെട്ടും പ്രമാധിക്കുമേറ്റിതു 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദതിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗവയനും 5 ശരഭനും 3 ഒരു 4 സുമുഖനും ദുർമുഖനേറ്റിതിരുപത്തിനാല് അമ്പു സമ്മാനമായി 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടെൺപതഗ്നിവദനനും അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം യുദ്ധം കപികുല നായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ.
67 കോടിയും ഭൂതലത്തിൽ വീണു എന്നാണ് പറഞ്ഞത്. 21 വെള്ളം പടയും ശ്രീരാമ ലക്ഷ്മണ കുമാരന്മാരെയും സുഗ്രീവനെയും എയ്തു വീഴ്ത്തുന്നു. തൻ്റെ വിജയത്തിൽ ആഹ്ലാദം പൂണ്ട് ഇന്ദ്രജിത്ത് ശംഖനാദം മുഴക്കുകയാണ്. ആ ശംഖനാദത്തിൻ്റെ മുഴക്കത്തിൽ 8 ദിക്കുകളും ഞെട്ടിവിറച്ചു. സമുദ്രം കലങ്ങിമറിഞ്ഞു. തിരമാലകളെല്ലാം ഉയർന്നു പൊങ്ങി. അങ്ങനെ ശംഖനാദം കേട്ട് പ്രകൃതി നടുങ്ങി വിറച്ചപ്പോൾ യുദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ദേവഗണങ്ങൾ ദുഃഖിതരായി. യുദ്ധക്കളം വിട്ടുനിന്ന വിഭീഷണൻ വീണുകിടക്കുന്നവരുടെ ഇടയിലേക്ക് നോക്കി നോക്കി നടക്കുകയാണ്. ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് ചാകാതെ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് നോക്കുന്നത്. മറ്റൊരു ദിക്കിൽ നിന്നും മാരുതിയും ഇപ്രകാരം നോക്കി നോക്കി വരുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് ഒന്നിച്ച് നടന്നു നോക്കാൻ തുടങ്ങി. ജാമ്പവാൻ്റെ അടുത്ത് ചെന്ന് തൊട്ടു നോക്കി ജീവനുണ്ടോ എന്ന് നോക്കുന്നേരം രക്തത്തിൽ കുളിച്ച് കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ. പക്ഷേ ശബ്ദം കൊണ്ട് വിഭീഷണനാണെന്ന് ഈ ജാമ്പവാൻ തിരിച്ചറിയുകയാണ്. മാരുതി ജീവനോടെ ഉണ്ടോ എന്നായിരുന്നു ജാമ്പവാൻ ആദ്യം അറിയേണ്ടിയിരുന്നത്. ആ പടക്കളത്തിൽ അസംഖ്യം പേർ അങ്ങനെ കിടക്കുകയാണ്, കോടി കണക്കിന്. അതിൽ ജാമ്പവാനെ മാത്രം ചോദിച്ചപ്പോൾ ഇവർക്ക് അതിശയമായി. എന്തുകൊണ്ടാണ് ആ വാതാത്മജനോട് ഇത്തരം വാത്സല്യം തോന്നാൻ കാരണം? മാരുതിയെ മാത്രം തിരക്കാൻ എന്താണ് കാരണമെന്ന് വിഭീഷണൻ ചോദിക്കുന്നു. രാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, അംഗദൻ ഇവരെ ഒക്കെ വിട്ടിട്ട് എന്തേ മാരുതിയെ തിരക്കിയത് എന്നാണ് ചോദിച്ചത്. ജാമ്പവാൻ ഉടനെ പറഞ്ഞു, കേൾക്കൂ മിത്രമേ, മാരുതി ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരാപത്തും വരികയില്ല എന്നറിയുക. മാരുതി മരിച്ചു എന്നാൽ മറ്റുള്ളവരും മരിച്ചു എന്ന് കരുതുക. ജാമ്പവാന്റെ വാക്കുകൾ കേട്ട് മാരുതി ജാമ്പവാനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇവിടെയുണ്ട്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. ബ്രഹ്മപുത്രനാണ് ജാമ്പവാൻ. മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് വീണുകിടക്കുന്ന വാനരന്മാരെയും പിന്നെ നമ്മുടെ രാമലക്ഷ്മണനെയും ജീവിച്ചിരുത്തുവാൻ മാരുതിയല്ലാതെ മറ്റാരുമില്ല. നീ ഉടനെ തന്നെ കൈലാസപർവ്വത പ്രാന്തത്തിലുള്ള ഋഷഭാദ്രിയിൽ 4 ദിവ്യ ഔഷധങ്ങളുണ്ട്. ആദ്യം വിശല്യകരണി, രണ്ടാമത് സന്ധാനകരണി, മൂന്നാമത് സുവർണകരണി, നാലാമത് മൃതസഞ്ജീവനി. ഉയർന്നു കാണുന്ന 2 പർവ്വത ശിഖരങ്ങളുടെ മധ്യത്തിലായിട്ടാണ് ഈ ഔഷധച്ചെടികൾ കാണപ്പെടുന്നത്. വേദസ്വരൂപങ്ങളായ ഈ ഔഷധച്ചെടികൾക്ക് സൂര്യനെപ്പോലെ പ്രകാശിക്കാൻ കഴിവുണ്ടെന്നറിയുക. വനങ്ങളും പർവ്വതങ്ങളും നദികളും കടന്ന് മാരുതി നീ വേഗം പോയി ഇവയെ കൊണ്ടുവന്നാലും. ജാമ്പവാനെയും മറ്റുള്ളവരെയും വണങ്ങിയിട്ട് മാരുതി മഹേന്ദ്രപർവ്വതത്തിന് മുകളിലേക്ക് കയറിയിട്ട് തൻ്റെ ശരീരം വളരെ വലുതാക്കി എല്ലാവരും ഭയന്ന് വിറയ്ക്കുമാർ അലറിക്കൊണ്ട് വായുവേഗത്തിൽ കുതിച്ചുയർന്ന് ഹിമാലയത്തിനപ്പുറത്ത് ആ ഋഷഭാദ്രി ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. മുകളിൽ നിന്നും കൈലാസശൈലവും മേരുപർവ്വതവും ഋഷഭാദ്രിയും വിസ്മയത്തോടെ നോക്കിക്കാണുകയാണ്. മാരുതി ഔഷധങ്ങൾ കൊണ്ടുവരുവാനായി യാത്ര തിരിച്ച വിവരം ചാരന്മാർ മുഖാന്തരം രാവണൻ അറിയുന്നു. കുറച്ചു നേരം ചിന്താധീനനായിട്ടിരുന്ന് അതിനുശേഷം ആരോടും ഒന്നും പറയാതെ ആ രാത്രിയിൽ തന്നെ രാവണൻ അവിടെ നിന്ന് തിരിക്കുകയാണ്. നേരെ കാലനേമിയുടെ വസതിയിലേക്കാണ് പോകുന്നത്. ആരും അകമ്പടിയില്ലാതെ രാത്രിയിൽ തന്നെ കാണാനെത്തിയ രാക്ഷസ രാജാവിനെ കണ്ട് കാലനേമി ആശ്ചര്യത്തോടെ സ്വീകരിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, സൂര്യോദയത്തിന് മുമ്പ് ഇങ്ങനെ ആരും അകമ്പടിയില്ലാതെ ആഗതനായത് എന്തുകൊണ്ടാണ്? ദുഃഖിതനായ രാവണൻ പറഞ്ഞു, കാലവൈഭവം ചിന്തിച്ചാൽ എന്തു പറയാനാണ്? എല്ലാം നിന്നോട് പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ വേൽ കൊണ്ടുള്ള ആക്രമണത്തിൽ ലക്ഷ്മണൻ താഴെ വീണു ഇന്നലെ. വിരിഞ്ചാസ്ത്രമെയ്ത് മേഘനാഥൻ ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വീഴ്ത്തിയിരുന്നു. അവരെ രക്ഷിക്കാനായി മാരുതി ഔഷധത്തിനായി പോയിരിക്കുന്നു. അവൻ്റെ യാത്ര നീ എങ്ങനെയെങ്കിലും മുടക്കണം. താമസവേഷത്തിൽ മാർഗമധ്യേ ചെന്ന് എങ്ങനെയും മാരുതിയെ അതിൽ നിന്ന് തടുക്കണം. കാലനേമി ആ രാക്ഷസ രാജാവായ രംഗേശ്വരനായ രാവണനെ നല്ല വാക്കുകൾ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. രാവണൻ ക്രോധത്തോടെ കാലനേമിയെ വധിക്കാൻ ഒരുങ്ങുന്നു. കാലനേമി ഉടനെ ചിന്തിച്ചു, ഏതായാലും മരണം സുനിശ്ചിതം. ഈ ദുഷ്ടൻ്റെ കൈകളാൽ മരിക്കുന്നതിലും ഭേദം ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നതല്ലേ. അതുകൊണ്ട് കാലനേമി ഉടനെ സമ്മതിക്കുകയാണ്. കാലനേമി രാവണൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് സമ്മതിച്ച് ഹിമാലയ പാർശ്വത്തിലുള്ള തൻ്റെ മായയാൽ ഒരു ആശ്രമം ചമച്ച് ഋഷീശ്വരൻ്റെ വേഷത്തിൽ മാരുതിയെ കാത്തിരിക്കുകയാണ്. മാരുതി താഴെ ആശ്രമം കണ്ടിട്ട് വിചാരിക്കുകയാണ്, മുമ്പെങ്ങും ഞാനിങ്ങനെ ഒരു ആശ്രമം ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വഴി തെറ്റിയോ? അതോ എൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണോ? ഏതായാലും ദാഹം തീർത്ത് അല്പസമയം വിശ്രമിച്ചിട്ട് പോകാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ താഴോട്ട് ആ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. ഋഷീശ്വരനെ കണ്ട് മാരുതി വണങ്ങി നമസ്കരിക്കുന്നു. ആ ഋഷീശ്വരനാകട്ടെ ശിവപൂജയും ഹോമവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വയം പരിചയപ്പെടുത്തുകയാണ് ഹനുമാൻ, ഞാൻ രാമദൂതനായ ഹനുമാനാണെന്നും വൃഷഭാദ്രിയിൽ ഔഷധം ശേഖരിക്കാനായി പോവുകയാണെന്നും. ഉടനെ ദാഹം തീർക്കാനായിട്ട് കമണ്ഡലുവിലെ ജലം കൊടുക്കുകയാണ് ഈ ഋഷീശ്വരൻ. അത് മതിയാകാതെ വന്നപ്പോൾ
മാരുതി വീണ്ടും ജലം ചോദിക്കുന്നു. ഉടനെ ആ ഋഷീശ്വരൻ തൻ്റെ ഒരു അനുചരനോട് ജലാശയം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർ രണ്ടുപേരും ജലാശയത്തിന് സമീപം എത്തി. കൈക്കുമ്പിളിൽ ജലമെടുക്കാനായി കുനിഞ്ഞതായ സമയം ഘോരാകാരം പൂണ്ട ഒരു മുതല മാരുതിയെ വിഴുങ്ങാൻ എടുക്കുകയാണ്. മാരുതിയുടെ അടിയേറ്റ മുതല ചത്തുപോയി. മിന്നൽ പോലെ ആകാശദേശത്ത് ഒരു അപ്സര സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ്. മാരുതിയോട് പറഞ്ഞു, ധന്യമാലി എന്ന അപ്സരസാണ് ഞാൻ. ഒരു മുനിയുടെ ശാപത്താൽ മുതലയായി മാറിയതാണ്. ഭവാൻ കാരണം എനിക്ക് മോക്ഷം കിട്ടിയിരിക്കുന്നു. ഭവാൻ ഒരു കാര്യം അറിയണം. ആ ആശ്രമത്തിൽ കണ്ട താപസൻ രാക്ഷസനായ കാലനേമിയാകുന്നു. രാവണൻ്റെ ആജ്ഞയനുസരിച്ച് താങ്കളുടെ മാർഗവിഘ്നം വരുത്തുവാൻ താപസവേഷം ധരിച്ച് വന്നിരിക്കുന്നതാണവൻ. അവനെ വധിച്ച് ഔഷധങ്ങളും ശേഖരിച്ച് മടങ്ങുക. തിരിച്ചു ചെന്ന മാരുതി കാലനേമിയെ വധിച്ച് ഔഷധങ്ങൾ ശേഖരിക്കാനായി വീണ്ടും യാത്ര തുടരുന്നു. ഔഷധങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ പർവ്വതത്തോടെ എടുത്തുയർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഔഷധച്ചെടികളുടെ കാറ്റ് തട്ടിയ മാത്രയിൽ വാനരന്മാരും രാമലക്ഷ്മണന്മാരും മോഹാലസ്യം വിട്ട് എഴുന്നേൽക്കുന്നു. ഔഷധച്ചെടികൾ അവിടെ തന്നെ ഇരുന്നാൽ രാക്ഷസന്മാരും ജീവിക്കുമല്ലോ. അതിനാൽ ക്ഷണം തന്നെ അവയെ പൂർവ്വസ്ഥാനത്ത് കൊണ്ടുപോയി വയ്ക്കുകയാണ്. യുദ്ധത്തിൽ മരിച്ച രാക്ഷസന്മാരുടെ മൃതശരീരങ്ങൾ രാവണൻ്റെ തന്നെ നിർദ്ദേശത്താൽ സമുദ്രത്തിൽ വലിച്ചെറിയുന്നു. മാരുതിയുടെ സഹായത്താൽ വാനരന്മാർക്കും മറ്റുള്ളവർക്കും ജീവൻ തിരിച്ചു കിട്ടുകയാണ്. സുഗ്രീവനും അംഗദനും വാനരന്മാർക്ക് അനന്തര കൃത്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നു. ഇനി നിങ്ങളാരും പുറത്തു നിൽക്കണ്ട. മതിലുകൾക്കകത്ത്, അതായത് ലങ്കയ്ക്കകത്ത് കയറി വൃക്ഷങ്ങളൊക്കെ പിഴുതു കളയുക, ഗ്രഹങ്ങൾക്കൊക്കെ കൊള്ളിവെക്കുക, കുളം തുടങ്ങി ജലാശയങ്ങളെല്ലാം ഇടിച്ച് നിരത്തുക. അപ്രകാരം തന്നെ വാനരന്മാർ എല്ലായിടവും തീയിട്ട് നശിപ്പിക്കുന്നു. പൊരിഞ്ഞ യുദ്ധം നടക്കുന്നു. ആദ്യം കുംഭകർണൻ്റെ മകൻ നികുംഭൻ പോയി. പിന്നെ കുംഭൻ, കമ്പനൻ, പ്രജംഘൻ, ശോണിതാക്ഷൻ, യൂപാക്ഷൻ ഇവരെല്ലാം പോയി 4-5 നാഴിക കൊണ്ട് കാലപുരിയിലേക്ക് എത്തുകയാണ്. പേടിച്ചോടിയ രാക്ഷസപ്പടയെ വാനരന്മാർ തുരത്തി. അവർ ലങ്കയിൽ കയറി ഗോപുരവാതിലടച്ചു. അടുത്തതായി ഖരൻ്റെ മകനായ മകരാക്ഷനാണ് യുദ്ധത്തിന് വരുന്നത്. ശ്രീരാമൻ്റെ അമ്പിനാൽ മകരാക്ഷനും പെട്ടെന്ന് തന്നെ വധിക്കപ്പെടുന്നു. ഇതറിഞ്ഞ മേഘനാഥൻ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിയ രാവണനെ തടഞ്ഞിട്ട് സ്വയം യുദ്ധത്തിന് തയ്യാറായി വരികയാണ്. ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നു, ആ മേഘനാഥൻ എന്നും മറഞ്ഞു നിന്ന് നമ്മോട് യുദ്ധം ചെയ്യുന്നു. മറഞ്ഞു നിന്ന് നമ്മുടെ സൈന്യത്തെ വധിക്കുന്നത് എത്ര നാളത്തേക്ക് കണ്ടുകൊണ്ടിരിക്കണം? ബ്രഹ്മാസ്ത്രം എഴുത ആ രാക്ഷസ വംശത്തെ ഉന്മൂലനാശം വരുത്തണം. മറുപടിയായി ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവരെയും ആയുധം പോയവരോടും അതുപോലെ നേരെ വരാത്തവരോടും വിശേഷിച്ച് ഭയപ്പെട്ട് നമ്മെ വന്ന് ശരണം പ്രാപിക്കുന്നവരോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ലാത്തതാകുന്നു. ഞാൻ ഇവരോടെല്ലാം നേരെ നിന്ന് പൊരുതുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് വില്ലും കുലച്ചു നിൽക്കുന്ന രാമനെ കണ്ട് മേഘനാഥൻ തൽക്ഷണം മായാസീതയെ തേരിൽ വെച്ച് പശ്ചിമ ഗോപുരവാതിലിലൂടെ പുറപ്പെട്ടു. സീതയെ തേരിൽ കണ്ട് എല്ലാവരും നിശ്ചലരായി ദുഃഖിച്ചു നിൽക്കുകയാണ്. എല്ലാവരും കാണുക സീതാദേവിയെ വാൾ കൊണ്ട് വെട്ടുന്നു. അയ്യോ നാഥ, രാമ രാമ, പ്രഭോ എന്നെ രക്ഷിക്കൂ എന്ന് വാവിട്ട് നിലവിളിക്കുകയാണ് സീതാദേവി. എല്ലാവരും മായാസീതയെ കണ്ട് യഥാർത്ഥ സീതാദേവിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. മാരുതി പറയുകയാണ് ഉടനെ, നാം ഇനി യുദ്ധം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സ്വാമിയോട് പോയി പറയുക ശീഘ്രം. വാനരന്മാരുമായി ശോകാതുരനായി വരുന്ന മാരുതിയെ കണ്ട് ശ്രീരാമൻ ജാമ്പവാനോട് പറയുകയാണ്, മാരുതി എന്താണ് ഇങ്ങോട്ട് വരുന്നത്? പോരിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവനല്ലല്ലോ അവൻ. നീ കൂടെ അങ്ങോട്ട് ചെല്ലുക. ഇത് കേട്ട് മാരുതിയുടെ അടുത്തേക്ക് ചെന്ന ജാമ്പവാൻ, എന്താണ് ഇങ്ങോട്ട്? അങ്ങോട്ട് തന്നെ പോവുക, ഞങ്ങളും വരുന്നുണ്ട് കൂടെ. ഉടനെ മാരുതി പറഞ്ഞു, പേടിച്ചോടി വന്നതല്ല ഞങ്ങൾ, ഒരു പ്രത്യേക കാര്യം സ്വാമിയെ അറിയിക്കാൻ വന്നതാണ്. ഇത്രയും പറഞ്ഞ് എല്ലാ വൃത്താന്തവും ശ്രീരാമനെ അറിയിക്കുന്നു. മൈഥിലിയെ കൊന്നു എന്ന് കേട്ടതും ശ്രീരാമൻ മോഹിച്ച് താഴെ വീഴുന്നു. ലക്ഷ്മണൻ ഓടിയെത്തി ശിരസ്സെടുത്ത് മടിയിൽ വയ്ക്കുന്നു. ഓർക്കണേ, ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവാണ്, അന്തര്യാമയാണ്, സർവേശ്വരനാണ്, സകലത്തിനും നാഥനാണ്. സാക്ഷാൽ ജഗദീശ്വരൻ അറിയാതെ എന്തെങ്കിലും സംഭവിക്കുമോ? പക്ഷേ മനുഷ്യനായി ജനിച്ചതല്ലേ, മനുഷ്യൻ്റേതായ വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കാതെ പറ്റില്ലല്ലോ. ശ്രീരാമനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി എല്ലാവരും. അപ്പോൾ അങ്ങോട്ട് വന്ന വിഭീഷണൻ വിവരം തിരക്കുന്നു. മാരുതിയുടെ ഉത്തരം കേട്ട് വിഭീഷണൻ ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, ലോകേശ്വരിയായ സീതാദേവിയെ കൊല്ലുവാൻ 14 ലോകങ്ങളിലും ആർക്കാണ് സാധിക്കുക? ഈ വാനരന്മാർക്ക് എന്തറിയാം? നിങ്ങളെ കബളിപ്പിക്കുവാനായി നിങ്ങൾ പിൻവാങ്ങുന്ന സമയം നികുംഭിലയിൽ പോയി ഹോമം നടത്തുന്നതിനുള്ള അവൻ്റെ ഉപായമാണിത്. നാം ചെന്ന് ഹോമം മുടക്കണം, അല്ലെങ്കിൽ അവനെ ആർക്കും വധിക്കാൻ സാധിക്കുകയില്ല. ശ്രീരാമചന്ദ്രസ്വാമി വിജയിക്കട്ടെ. മനസ്സിലെ ആധി കളഞ്ഞ് എഴുന്നേറ്റാലും സമയം കളയാതെ പോകാൻ അനുഗ്രഹം നൽകിയാലും
ശ്രീരാമചന്ദ്രസ്വാമി അവരെയെല്ലാം അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ പറയുന്നു: ആ ദശഗ്രീവ നന്ദനൻ തന്നെ നിഗ്രഹിച്ച അവരുടെ വംശത്തെ ഒടുക്കി പെട്ടെന്ന് തന്നെ മടങ്ങി വരിക. ലക്ഷ്മണൻ വാനരസേനയുമായി പോവുകയാണ്. നമുക്കിനി ബാക്കി ഭാഗം നാളെ കേൾക്കാം. ഇനി മേഘനാഥനുമായിട്ടുള്ള യുദ്ധമാണ് നാളെ കേൾക്കാൻ പോകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ.